സർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വിധിയെയും ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയതിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ സാർ പറഞ്ഞ ലീഗൽ പോയിന്റ്സിന് വെച്ചിട്ട് ചില കമന്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതൊരു യൂഷ്വൽ പ്രാക്ടീസ് ആണ്. ഇങ്ങനെ ബെയിൽ കീഴ്ക്കോടതി തള്ളുന്നത് യൂഷ്വലായിട്ട് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളുടെ അറിവില്ലായ്മയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു കമന്റ് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സെഷൻസ് കോടതി പരിഗണിക്കേണ്ട കുറ്റങ്ങളുടെ ജാമ്യം മജിസ്ട്രേറ്റ് കോടതിക്ക് ആദ്യം തന്നെ നിഷേധിക്കുന്നത് ഒരു സാധാരണ രീതിയാണെന്നാണ് ആ കമന്റ് ചെയ്തിരിക്കുന്ന ആൾ, അവരൊരു അഡ്വക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു, അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ സാറിന്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഞാനത് കണ്ടായിരുന്നു. ഞാൻ സാധാരണ കമന്റ്സ് എല്ലാം ഇങ്ങനെ നോക്കുന്നതല്ല, പലത് ചെറുത് ഇങ്ങനെ ഓടിച്ചു നോക്കും. നോക്കി മാത്രമല്ല, അത് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും, അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാട്. പക്ഷെ ഇതൊരു പോയിന്റ് അവർ സ്പോട്ട് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും, എസ്പെഷ്യലി ആ സ്ത്രീ ഒരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു വക്കീലല്ല, ഞാൻ നിയമം പഠിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അവരെ പോലെ വേറൊരു കമന്റ് അതിനകത്ത് ഒരാൾ കണ്ടു, ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ രജിസ്ട്രാർക്ക്, ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൊടുക്കാമെന്ന്. അപ്പൊ അത് എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ദാറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ. ഈ അഡ്വക്കേറ്റ്, വനിതാ അഡ്വക്കേറ്റ് പറഞ്ഞതും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ള ഒരു ബാധ്യതയുണ്ട്, ആർക്കാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് നോക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ വക്കീല് ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വക്കീല് കാണേണ്ട ആവശ്യമുണ്ട്. വക്കീല് ജഡ്ജ്മെന്റേ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ വക്കീല് പറയുന്നുണ്ട്, ഈ ഉദാഹരണത്തിന് ഒരു ശിക്ഷ, അത് ഞാൻ പറഞ്ഞ റേപ്പിന്റെ ജഡ്ജ്മെന്റ്, റേപ്പിന്റെ സെക്ഷൻ 376 അക്കോർഡിംഗ് ടു ഒഫൻസ്, ആസ് പെർ ഒഫൻസ് സെക്ഷൻ 376 എന്ന് പറയുന്നത് 376 ഈസ് പണിഷ്മെന്റ് ഫോർ റേപ്പ് ആസ് പെർ IPC. 375 ആണ് റേപ്പ് എന്താന്ന് പറയുന്നത്. അത് പറയുമ്പോൾ കുറ്റകൃത്യം ചെയ്ത് ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ അഡ്വക്കേറ്റ് പറയണത് അങ്ങനെയല്ല, ശിക്ഷയെക്കുറിച്ചാണ് പറയണത്. ശിക്ഷയാണ് കോർട്ട് ചെയ്യണത്. നിങ്ങൾ ജഡ്ജ്മെന്റ് കാണാതെ നിങ്ങൾക്ക് അറിയില്ല, സ്റ്റുപ്പിഡിറ്റിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 250ഓളം റേപ്പ് കേസുകൾ, റിപ്പോർട്ട് ചെയ്ത കേസുകൾ നോക്കി. അതിലെല്ലാം സെക്ഷൻ 375 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 376 പറഞ്ഞ കേസ് എവിടെയെന്ന് വെച്ചാൽ, ഇതിന്റെ അപ്പീലിന് പോകുമ്പോൾ 376 എന്ന് പറയുന്നത്. കാരണം അപ്പീലിന് പോകുന്ന പണിഷ്മെന്റിനെതിരെയാണ്. അപ്പൊ ആ കുറ്റകൃത്യം പറയുന്ന കേസിനെതിരെ, ആ വകുപ്പിനെതിരെ അല്ല അപ്പീൽ പോകുന്നത്. അപ്പീൽ ഈസ് ഓൾവേസ് പ്രിഫേർഡ് എഗൻസ്റ്റ് എ കൺവിക്ഷൻ, എ പണിഷ്മെന്റ്, അല്ലെ? അപ്പൊ പണിഷ്മെന്റ്, കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ 376 അനുസരിച്ചാണ്, കുറ്റം 375 ആണ്. അപ്പൊ ആദ്യത്തെ കോടതികളിൽ ഇത് എടുക്കുന്നിടത്ത്, റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് എല്ലാം റേപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 375 എന്ന് തന്നെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശിക്ഷക്കെതിരെ പോകുന്ന അപ്പീല്, ആ അപ്പീല് സെക്ഷൻ 376 എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ കുറ്റം ചെയ്താൽ, നിങ്ങൾ 376 വകുപ്പനുസരിച്ച് കുറ്റം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, 376 വകുപ്പനുസരിച്ചുള്ള കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, 375 വകുപ്പനുസരിച്ചുള്ള കുറ്റം ഞാൻ ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് 376. ഈ ഒഫൻസും പണിഷ്മെന്റും ഉള്ള സെക്ഷൻസ് തമ്മിൽ വേർതിരിച്ചെടുക്കാൻ അഡ്വക്കേറ്റ് എന്ന് സ്വയം പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിക്ക് കഴിവില്ലെങ്കിൽ, എന്തൊരു ദുരന്തം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ അവരതിനകത്ത് രണ്ടാമത് പറഞ്ഞത്, ഈ വരുന്നവർ താഴത്തെ കോടതികളിലെല്ലാം ജാമ്യം നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്, അത് നിയമ പ്രൊസീജിയറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതും ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. അതായത് ഒരു താഴത്തെ കോടതിയാണെങ്കിലും മുകളിലത്തെ കോടതിയാണെങ്കിലോ ഏത് കോടതിയാണെങ്കിലും ഒരു ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ, കാരണം ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാണ് ലീഗൽ പ്രിൻസിപ്പിന്റെ അടിസ്ഥാനം. ലോകം മുഴുവനും, വികസിത രാജ്യങ്ങളിൽ മുഴുവനുള്ള ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. അതെന്താണ് പറയുന്നത്? പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ടുള്ളത്. പ്രീ ട്രയൽ ഡിറ്റൻഷൻ, ജയിലിൽ പോകുന്നത് കേസുകളിൽ ആകാവൂ എന്ന് സുപ്രീം കോടതി 1977 വളരെ പ്രമാദമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് ബാൽചന്ദ്. അപ്പൊ താഴത്തെ കോടതികളിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങ് ജയിലിൽ വിടും, പിന്നെ അപ്പീലിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഈ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്, അത് ചില ആളുകളായി എന്ത് കണ്ടാലും അത് മോഷ്ടിക്കുന്ന അതിന്റെ സ്വഭാവമാണ് എന്ന് പറയുന്നത് പോലെ, താഴത്തെ കോടതികളിലെല്ലാം ഇങ്ങനെ വരുന്നവരെ മുഴുവൻ പ്രോപ്പറായിട്ട് ലീഗൽ സ്ക്രൂട്ടിനി നടക്കാതെ നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടി അല്ലാതെ എല്ലാവരും തള്ളി ജയിലിലേക്ക് പോകാന്ന് പറയുകയാണെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആണ്. വ്യക്തിയോടല്ല, ആ സ്റ്റേറ്റിനോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് ആണ്. റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21 ഈസ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. എനിക്ക് ജയില് അല്ല, ബെയിലാണ് നോർമൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് വിത്തൗട്ട് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു മജിസ്ട്രേറ്റോ ഒരു ജഡ്ജോ ചെയ്യുന്നത് അൻ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് എന്ന് ഞാൻ കരുതുന്നു. എസ്പെഷ്യലി ഇതിന്റെ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് ബാലചന്ദിന്റെ 1977 ജഡ്ജ്മെന്റ് പശ്ചാത്തലത്തിൽ ഇതൊരു സ്വാഭാവികമാണെന്ന് പറയുന്നത് ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അത് വേറൊരു കാര്യമുണ്ട്.
സപ്പോസ് താഴത്തെ മജിസ്ട്രേറ്റുമാർ ഏറ്റവും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ജുഡീഷ്യൽ മൈൻഡോടുകൂടി വേറെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിയമപരപ്പെട്ടിയാണെങ്കിൽ നിയമം എഴുതുന്നില്ല, എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ളൂ. ഉദാഹരണത്തിന് ഈ രാഹുൽ മാനന്തത്തിന്റെ കേസിൽ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കേസിന് ഇലക്ട്രോണിക് മീഡിയ വഴി പരാതി വരികയാണെങ്കിൽ ആ പരാതി നിയമപരമായിട്ടുള്ള പരാതി അതിന്റെ പ്രോപ്പർ ലീഗൽ സെൻസ്, ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് കംപ്ലൈന്റ്. ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ കംപ്ലൈനന്റ് വിത്തിൻ 3 days. ഷാൽ ബി ഷാൽ ഇസ് എ ഡെഫിനിറ്റ് കണ്ടീഷൻ. അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറ്റ് ഇസ് മാൻഡേറ്ററി. നിയമപരമായിട്ടുള്ള കാര്യത്തിൽ ഷാൽ എന്ന് പറയാൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഈ ജഡ്ജ് മജിസ്ട്രേറ്റ് കൊടുത്ത ഉത്തരവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്തോ ഒരു വാദമാണത്. ഒരു ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പം അതിനും അവര് എന്താണ് ഈ ഇങ്ങനെ കൊടുക്കും എല്ലാവർക്കും, പിന്നെ അപ്പീൽ പോകാന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. അപ്പീൽ പോയില്ലെങ്കിൽ എന്താ പറയുക, ഒരു കേസുകൾ ഇപ്പോൾ കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് വരികയാണെങ്കിൽ ഒരു അപ്പീൽ നമ്മൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ റിറ്റ് ജൂറിസ്ഡിക്ഷനിൽ പോകുന്ന കേസുകൾ കുറവാണ്. ഏറ്റവും കൂടുതൽ താഴെ കോടതികളിൽ വരുന്ന അപ്പീലാണ്. ഈ അപ്പീൽ മുഴുവൻ ഇല്ലെങ്കിൽ വാസ്തവത്തിൽ ഇവിടുത്തെ ഒരു 60% അഡ്വക്കേറ്റുമാരും തൊഴിലില്ലാതായി പോകും. അപ്പൊ അഡ്വക്കേറ്റുമാര് ആളുകളോട് കുഴപ്പമില്ല നമുക്ക് അപ്പീൽ പോകാന്ന് പറയും. അപ്പീൽ പോകുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്, മറ്റേത് കച്ചവടക്കാരനെ പോലെയും ഒരു കച്ചവടക്കാരനാണ് അഡ്വക്കേറ്റ്. ഹീ ഈസ് സെല്ലിംഗ് ഹിസ് സർവീസ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഡോക്ടർക്ക് നല്ല വിദഗ്ധനായിട്ട് നമുക്ക് അസുഖമില്ല എന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ തീരെ വയ്യാതെ പോകുന്നത് ഒരു 10 ടെസ്റ്റ് നമ്മുടെ പുറത്ത് എഴുതി തരും. ആ ടെസ്റ്റൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കൊരു സമാധാനമോ ഒന്നുമില്ലല്ലോ. പക്ഷെ ഒന്നുമില്ല എന്നുള്ളത് ഈ ഡോക്ടർക്ക് അറിയാമായിരിക്കാം. പക്ഷെ ഡോക്ടർ നടത്തുന്ന സ്ഥാപനത്തിൽ ഡോക്ടർക്ക് നമ്മളെ ഇത്രയും എടുത്തെങ്കിലേ അയാളുടെ വരുമാനമാവുള്ളൂ. മാത്രമല്ല പല ഹോസ്പിറ്റലിലും നിങ്ങൾ നോക്കുക, നമുക്ക് ബില്ല് നമ്മുടെ ബില്ലല്ല നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അത് നമുക്ക് തരത്തില്ല. അത് നമ്മൾ ഫാർമസിയിൽ പോയി, അവരുടെ തന്നെ ഫാർമസി. അപ്പൊ ഇതൊരു കച്ചവടമാണ്. അതുപോലെ ഒരു കച്ചവടമാണ് വക്കീലിൻ്റെത്, അഡ്വക്കേറ്റിൻ്റെത്, ജഡ്ജിൻ്റെത് ഒരു ജോലിയാണ്. പ്രത്യേക സാങ്ക്ടിറ്റി എന്നൊരു ഏത് ജോലിയും പോലെ ഒരു സാങ്ക്ടിറ്റിയാണ്. പൊതുജനത്തിന്റെ പണം എടുക്കുന്ന ടാക്സ് കിട്ടുന്ന പണത്തിൽ നിന്ന് സ്റ്റേറ്റ് കൊടുക്കുന്ന പബ്ലിക് ജോലി ശമ്പളം കൊടുക്കുന്ന പബ്ലിക് സർവൻസ്, പൊതുജന സേവകരാണ് ജഡ്ജിയും മജിസ്ട്രേറ്റും സുപ്രീം കോടതി ജഡ്ജിയും എല്ലാം. ആ വ്യവസ്ഥയിൽ വെളിയിൽ നിന്ന് വരുന്ന, ഗവൺമെന്റ് ഭാഗമല്ലാതായി വെളിയിൽ നിന്ന് വരുന്ന ഈ കേസ് കൊടുക്കുന്ന ലിറ്റിഗൻ സപ്പോസ് ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ലീഗൽ സിസ്റ്റം. അയാൾക്ക് ഒരു പ്രാധാന്യം കിട്ടാറില്ലെങ്കിലും അയാളാണ് പ്രധാനപ്പെട്ട ആൾ. അയാളില്ലെങ്കിൽ ഇതൊന്നുമില്ല. അയാൾക്ക് വേണ്ടി പോകാൻ വക്കീൽ പോകുന്നു, വക്കീൽ വാദിക്കുന്ന അയാൾക്ക് വേണ്ടി. അപ്പൊ അയാൾക്കൊന്നും അറിയത്തില്ല വാസ്തവത്തിൽ. അപ്പൊ അടുത്ത കേസ് എന്ന് പറയുന്നത് അപ്പീൽ പോകുന്നു. അപ്പൊ അപ്പീൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ സെഷൻസിൽ പോവാം, ഹൈക്കോടതി പോകാം. ഹൈക്കോടതി കണ്ട ഹൈക്കോടതി പോയി ഞാൻ പറഞ്ഞില്ലേ കാര്യം അവിടെ കിട്ടും, നമുക്ക് കിട്ടും എന്ന് പറയുമ്പോൾ താഴത്തുള്ളവരൊക്കെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് അവർ തെറ്റ് ചെയ്തത്? അറിവില്ലാത്തതുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ? അതായത് എല്ലാം കൂടെ കൂട്ടുകച്ചവടമാണ്, എനിക്കറിയില്ല. ഏതായാലും ഈ ഈ വനിതാ വക്കീൽ പറഞ്ഞത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. മാത്രമല്ല ഇവിടെ ഒരു പരാതി ഇല്ല എന്നുള്ള ഏറ്റവും ലീഗൽ ടേംസിൽ ഒരു പരാതി ഇല്ല. ലീഗലി അത് പരാതി ആയി മാറണമെങ്കിൽ അത് 3 ദിവസം ആ പരാതിക്കാരി ഒപ്പിട്ടിരിക്കണം. ഒപ്പിടാത്ത സ്ഥിതിക്ക് ലീഗലി അതല്ല, അതൊരു ലീഗലി ദർ ഇസ് നോ കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഇല്ലാതെ എങ്ങനെയാണ് കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി എന്നൊരു വാലിഡ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ അതൊന്നും മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ എന്താണ് അതിന് നമ്മൾ പറയേണ്ടത്? ഇറ്റ്സ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. മിസ്കാരേജ്, നമ്മൾ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ ഗർഭം അലസി പോകാന്നൊക്കെ പറയുന്നത് അർത്ഥം മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണ്. അത് ഇഷ്ടംപോലെ സുപ്രീം കോടതി ഡിസിഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ജനതാദൾ വേഴ്സസ് HS ചൗധരി ആൻഡ് അതേഴ്സ് ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട്, 2001 ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വാട്ട് അറൈസസ്, അതായത് ലീഗൽ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ്, ഇറ്റ് ഈസ് വാട്ട് അറൈസസ് ഫ്രം മിസ്കൺസെപ്ഷൻ ഓഫ് ലോ, ഇറഗുലാരിറ്റി ഓഫ് പ്രൊസീജിയർ, neglect of proper precaution leading to apparent harshness of treatment or some undeserved hardship to individual. ഇവിടെ നോക്ക്, ഇവിടെ അൺഡിസേർവ്ഡ് ഹാർഡ്ഷിപ്പ് രാഹുൽ മാങ്കുട്ടന് ഉണ്ടായിട്ടുണ്ട്. കാരണം അയാൾക്കെതിരെ ഈ പർട്ടിക്കുലർ കേസിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കംപ്ലൈന്റ് ഇല്ല. കാരണം ആ കംപ്ലൈന്റ് ഇലക്ട്രോണിക് കംപ്ലൈന്റ്, അത് 3 ദിവസം ആ കംപ്ലൈന്റ് ഒപ്പിടണം എന്ന് പറയുമ്പോൾ അത് ഒപ്പിട്ടിട്ടില്ല. അതിന്റെ അർത്ഥം കംപ്ലൈന്റ് ലീഗലി അല്ല, ലീഗലി ദർ ഇസ് നോ കംപ്ലൈന്റ് എന്ന് പറഞ്ഞൂടെ? അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണ് വരുന്നത്. മാത്രമല്ല ആ ഒപ്പിൽ പിന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഈ മറ്റേ വാട്സപ്പിൽ കൂടെ എന്തോ. പക്ഷേ അത് ഡിജിറ്റൽ അല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ആരിവിടെ വന്നിട്ടില്ല, അപ്പൊ വേറെ ആരും ഒപ്പിട്ടെന്നല്ലേ അർത്ഥം. ഫാബ്രിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ് അല്ലേ അത്? ആൻഡ് ഹൂ ഹാസ് ഡൺ ദ ഫാബ്രിക്കേഷൻ? പോലീസിൽ ആര് ഈ ഡോക്യുമെന്റ് ഫാബ്രിക്കേറ്റ് ചെയ്തു അല്ലേ? നിങ്ങളുടെ ഡിജിറ്റൽ, അതെ, ആ അവരുടെ ഒപ്പ് ഡിജിറ്റലായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ല നിയമം പറഞ്ഞ അനുസരിച്ച് ഇൻ പേഴ്സണാ വന്ന് ചെയ്യണ്ടേ അല്ലെ? അത് ഡിജിറ്റലായി ഇവരെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവരതിനെ എന്താണ് മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇനി ആ
ഒപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഒപ്പല്ല അതിനകത്ത് കിടക്കുന്നതെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം വേറെ ആരും ഒപ്പിട്ടോ അവരിവിടെ വന്നിട്ടില്ല. വിച്ച് മീൻസ് എ ഡോക്യുമെന്റ് ഹാസ് ബീൻ ടാമ്പേർഡ് വിത്ത്. ഇറ്റ്സ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ്. അതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഈ അഡ്വക്കേറ്റ് പറഞ്ഞത് എന്താണ്, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് നിയമ പരിജ്ഞാനം ഇല്ല. പക്ഷെ ഈ കമന്റ് എഴുതിയ വക്കീൽ എവിടെയെങ്കിലും പോയി നിയമം പഠിക്കണം. അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ കക്ഷികൾക്കില്ല, അവരുടെ കക്ഷികൾക്ക് അവർ ചെയ്യുന്ന അന്യായമായിരിക്കും. പാവപ്പെട്ട മനുഷ്യനാണ് കേസ് കൊടുത്ത് വക്കീൽ ഡോക്ടർ നമ്മുടെ ആരോഗ്യ പ്രശ്നം രക്ഷിക്കുന്ന പറഞ്ഞ പോലെ അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മൾ വക്കീലിന്റെ അടുത്ത് പോകുന്നത്. ഇതുപോലുള്ള വക്കീലന്മാരാണ് പറയണമെങ്കിൽ എന്തോ ഒരു അന്യായമാണ്. അത് അഡ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ്. ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അതൊരു ആസ്പെക്ട് പറയും. അല്ല, ഇതുപോലൊരു കമന്റിൽ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ ചെന്ന് എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതല്ലേ സർ? ശരിക്കും ഭയങ്കര ഡൈമെൻഷൻ. കൺക്ലൂഷൻ ഒന്ന്, ഇവർക്ക് നിയമം അറിഞ്ഞൂടാ എന്നുള്ളതൊന്ന്. പക്ഷെ അവര് ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ലോകത്ത് അവർ കാണുന്ന ശരികൾ അവർ പറയുന്നത് അത് നിയമപരമായി ശരിയല്ല എന്നുള്ള ഒരു ഭാഗത്ത്. രണ്ട്, ആ ശരിയെന്ന് അവർ പറയുന്ന വഴി നമുക്ക് വെളിപാടാകുന്ന, നമുക്ക് വെളിപ്പെടുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവരെന്ത് അത് അവൻ കള്ളാണ്. ചില സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന പറഞ്ഞ പോലെ മജിസ്ട്രേറ്റ് അങ്ങനെ ആദ്യം ജാമ്യം കൊടുക്കണമെന്നില്ല. മജിസ്ട്രേറ്റിന്റെ ജോലി വരുന്നവർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നോ അല്ല. അർഹനുള്ളവന് കൊടുക്കണം, അർഹതയില്ലാത്തവന് കൊടുക്കാൻ പാടില്ല. ബെയിലബിൾ ഒഫൻസിന് നമുക്ക് കിട്ടും, വെറുതെ പോലീസ് സ്റ്റേഷനിൽ മജിസ്ട്രേറ്റ് കൊടുക്കാൻ ബാധ്യത. നോൺ ബെയിലബിൾ മജിസ്ട്രേറ്റിന്റെ ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ. മജിസ്ട്രേറ്റിന് തോന്നുന്ന പോലെ വിംസ് ആൻഡ് ഫാൻസിക്കലായിട്ട് ജാമ്യം കൊടുക്കാനുള്ള അല്ല. ഇറ്റ് ഹാസ് ടു ബി ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷനാണ്. അവിടെ ഈ പ്രതി രക്ഷപ്പെട്ടാൽ എവിഡൻസ് ടാമ്പർ ചെയ്യോ നോക്കാം, പ്രതി നാടുവിടാൻ സാധ്യതയുണ്ടോ നോക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടോ സാക്ഷികൾ, ഇതെല്ലാം നോക്കിയിട്ടാണ്. പിന്നെ നിരന്തരമുള്ള കുറ്റവാളിയാണോ ഇയാൾ, പെർപെച്വലായിട്ട് ഒരു ഒഫൻഡർ ആണോ, ഇയാൾ സമൂഹത്തിലായിട്ട് പ്രശ്നമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുന്നത്, അല്ലേ? അപ്പൊ അതൊരു ജുഡീഷ്യൽ മൈൻഡാണ് അപ്ലൈ. ഇവിടെ എന്താണ്, ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിയ ഡോക്യുമെന്റിൽ ഈ വ്യക്തിയുടെ 3 ദിവസത്തിനകം ഈ പരാതി കൊടുത്ത ആളുടെ ഒപ്പ് വേണം എന്ന് പറയുമ്പോൾ അത് നേരിട്ട് വന്ന് അവർ എഴുതി വായിച്ചു. അതായത് നമ്മൾ പണ്ട് ചെയ്യുന്ന ഓറലായിട്ട് കൊടുക്കുന്ന അതുപോലെ ഇലക്ട്രോണിക് ചെയ്യുമ്പോഴും സബ്സിക്വന്റ് ആയിട്ട് ദിസ് പ്രൊസീജിയർ ഹാസ് ടു ഫോളോഡ്. അതൊരു ലീഗൽ FIS ആകാൻ വേണ്ടി ഇത്രയും പ്രൊസീജിയർ വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാത്ത ഒരു സാധനം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ മജിസ്ട്രേറ്റ് അത് റിജക്ട് ചെയ്യണ്ടേ? ഇങ്ങനെ ഐ ഡോണ്ട് സീ എനി കംപ്ലൈന്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ലീഗലി അഡ്മിസിബിൾ എന്ന് പറയണ്ടേ? 3 ദിവസം പറയുന്നില്ലല്ലോ. എന്നിട്ട് തെറ്റായ വകുപ്പുകൾ ഇതെല്ലാം കണ്ടിട്ട് അപ്പീൽ പോകുമ്പോൾ ഇതൊക്കെ അങ്ങ് തള്ളുന്നു പറയും. ഈ അപ്പീൽ പോയെങ്കിലേ ഇവിടുത്തെ വക്കീലന്മാർക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അതാണ് അപ്പീൽ ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കും എത്ര പേരാണ്, ഒരു മോർ ദാൻ 60% ഓഫ് ദ അഡ്വക്കേറ്റ്സ് വിൽ ബി ഔട്ട് ഓഫ് ജോബ്. ഇത് നമ്മൾ കാണാതെ പോകുന്ന ചില വളരെ ഒപ്പേക്ക് ആയിട്ടുള്ള ചില അഴിമതികളോ അല്ലെങ്കിൽ ചില മോശം പ്രവണതകളോ ഒക്കെയാണ് വിച്ച് വി ഡോണ്ട് നോർമലി ഡിസ്കസ്. അത് ഞാൻ ഒരു പിക്ക് പോക്കറ്റുകാരൻ പോക്കറ്റ് അടിച്ചു, ഒരു പോലീസുകാരനും പോക്കറ്റ് അടിച്ചു, സെയിം ക്രൈം. ഞാൻ അതിനകത്ത് പിക്ക് പോക്കറ്റുകാരൻ ചെയ്ത ക്രൈം മാത്രമായിട്ട് കാണുന്നു, പോലീസുകാരൻ ചെയ്ത ക്രൈമുമാണ് അതിനപ്പുറം മറ്റെന്തുമാണ്. കാരണം പിക്ക് പോക്കറ്റ് അടിക്കുന്നതിന് പിടിക്കാൻ നിൽക്കുന്ന ആളാണ് പിക്ക് പോക്കറ്റ് ചെയ്തിരിക്കുന്നത്. കുറ്റം നോക്കിയാൽ രണ്ടുപേരും ചെയ്ത ഒരേ കുറ്റമാണ്. പക്ഷെ പോലീസുകാരൻ ചെയ്ത കുറ്റത്തിന് വേറൊരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. അതുപോലെ അഡ്വക്കേറ്റ്സ് മജിസ്ട്രേറ്റുമാരും നിയമങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റ് പറ്റിയെന്നൊക്കെ പറയാം. പക്ഷെ ആ തെറ്റ് ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്നു. നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റ് പറ്റാതിരിക്കാൻ അത്ര ശ്രദ്ധയോടുകൂടിയാണ്. ബിക്കോസ് യു ആർ പ്ലേയിങ് വിത്ത് ദ ലൈഫ് ഓഫ് അനദർ പേഴ്സൺ. അത് കാണിക്കുന്നില്ല. അതിനെ ന്യായീകരിക്കുന്ന പറയുമ്പോൾ ആ ന്യായീകരിക്കുന്നതിന്റെ പുറകിൽ ഗുണഭോക്താക്കളായ മനുഷ്യരുണ്ട്, അവരായി ന്യായീകരിക്കുന്നത്. അതാണ് ഒന്നിനകത്ത് വന്നത്. ഒരു ഡോക്ടറുടെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നു കൊടുക്കുന്ന രോഗി വിശ്വാസം അർപ്പിച്ച് കിടക്കുന്നത് പോലെ തന്നെയാണല്ലോ ഒരു ജഡ്ജിന്റെ മുന്നിലേക്ക് നമ്മളൊരു കേസുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ ബെയില് തള്ളുമ്പോ ഒരാളുടെ ജീവിതം അവിടെ കൊണ്ട് തീരുകയാണല്ലോ. ശരിക്കും എത്രത്തോളം അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലും. ഇവിടെ ഒരു കീഴ്ക്കോടതി തള്ളുന്ന സെയിം സാധനത്തിന് മേൽക്കോടതി ജാമ്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് അതെ, നമ്മൾ ഇവർക്കെതിരെയും തിരിയേണ്ടതല്ലേ? വകുപ്പില്ല നമുക്ക്. നമ്മുടെ അതിനുള്ള വകുപ്പുകൾ, അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥ ഒരു ഏതെങ്കിലും ഓഫീസിൽ ഇരിക്കുന്നു, അയാളുടെ പണി ചെയ്യാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നമ്മളൊരു പിരിച്ചുവിടില്ലേ? പിരിച്ചുവിടൂ. അതെന്താ ഇവിടെ നടക്കാത്ത? പണി ചെയ്യാൻ അറിഞ്ഞൂടാൻ തന്നെ ഇതിന്റെ അർത്ഥം. മജിസ്ട്രേറ്റിന് നിയമം വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ മജിസ്ട്രേറ്റിന് പണി അറിഞ്ഞൂടാ. വക്കീലിന് കാര്യങ്ങൾ ശരിയായി നേരാവണ്ണം മനസ്സിലാക്കാനായിട്ട് വക്കീലിന് പണി അറിയാം. വക്കീൽ പിന്നെ ഒരു സ്വകാര്യ സംരംഭകയാണ്, ഒരു ബിസിനസ് ചെയ്യുന്നതാണ്, പ്രൈവറ്റ് ബിസിനസ് ചെയ്യുന്നതാണ്. മറ്റൊരു മജിസ്ട്രേറ്റിന് ടാക്സ് പേഴ്സിന്റെ മണി കൊണ്ട് നടക്കുന്ന പബ്ലിക് സർവന്റ് ആണ്. അപ്പൊ ഈ അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു കച്ചവടം നടത്തുന്നു. ദേ ആർ സെല്ലിംഗ് ദെയർ സർവീസ്.
പക്ഷെ ഇത് പല സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് ഒക്കെ ഞാൻ പലതും പറയുമ്പോൾ അവർ പറയുന്നത് ഇതൊരു മഹത്തായ ഒരു സേവനമാണ്, മറ്റ് ബിസിനസ് പോലെ ഇത് കാണരുത്. ഡോക്ടേഴ്സിന്റെ സർവീസ് നമ്മൾ കൺസ്യൂമറിന്റെ ഇടയിൽ വരുമ്പോൾ ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷനകത്ത് വരണം. ഐ എം എ കൺസ്യൂമർ എന്ന രീതിയിൽ വരികയാണെങ്കിൽ, എന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് വക്കീലിനെതിരെ മജിസ്ട്രേറ്റിനെതിരെ കേസ് കൊടുക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാകുകയാണെങ്കിലുണ്ടല്ലോ ഇതുപോലെ ചെയ്യത്തില്ല. നമ്മൾ ഒരാൾ ഭയങ്കര ഹയർ പൊസിഷനിൽ നമ്മൾ പെഡസ്റ്റലിൽ നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ അത്രയും റെസ്പെക്ട്, ബഹുമാനം എല്ലാം നമ്മൾ കൊടുക്കുന്നു, ട്രസ്റ്റ് കൊടുക്കുന്നു. അവരത് ചെയ്തില്ലെങ്കിൽ എന്താ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അവരെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ, കാണിച്ചില്ലെങ്കിൽ അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഏതായാലും ഒന്ന്. അപ്പൊ അതിനെ തുറന്നിട്ടാണ് വേറെ ഒരാൾ പറഞ്ഞത് ഇത് മറ്റെന്താണ് രജിസ്ട്രാർക്ക് പരാതി കൊടുത്താണ്. അപ്പൊ അത് ഞാനത് നോക്കിയപ്പോൾ എന്താണ് അത് രജിസ്ട്രാർക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു രജിസ്ട്രാർ എടുത്ത് ഹൈക്കോടതിയിലെ കൺസേൺ, ഇപ്പൊ കേരളത്തിലാണ് നടക്കുക, കേരളത്തിലെ ഹൈക്കോടതി രജിസ്ട്രാർ ഒരു പരാതി കൊടുക്കാം. എന്തിനാണ്? ഫോർ ജുഡീഷ്യൽ മിസ്കോണ്ടക്ട് ഓർ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി. ഏതുപോലുള്ളത്? സച്ച് ആസ് കറപ്ഷൻ, ബയാസ്, അബ്യൂസ് ഓഫ് പവർ ഓർ പെർസിസ്റ്റന്റ് ഫെയിലിയർ ടു ഫോളോ ലീഗൽ പ്രൊസീജിയേഴ്സ്. അത് കൊടുക്കാൻ എങ്ങനെ ഒരു പരാതിയായിട്ട് കൊടുത്താൽ പോരാ, ഡീറ്റെയിൽഡ് സോൺ അഫിഡവിറ്റ് വിത്ത് വെരിഫയബിൾ ഫാക്ട്സ്, അങ്ങനെയാണ് കൊടുക്കേണ്ടത് ടു ദ രജിസ്ട്രാർ ജനറൽ ഓഫ് ദ കൺസേൺ ഹൈക്കോർട്ട്. അങ്ങനെ വരുമ്പോൾ അത് നമുക്കൊരു ഉത്തരവ്, ആ ഉത്തരവ് ശരിയല്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഉത്തരവ് ശരിയല്ലെങ്കിൽ അപ്പീലിന് പോവാം. ഉത്തരവ് ഇന്ന കാരണങ്ങളാൽ അബ്യൂസ് ഓഫ് പവർ കാരണമാണ് എനിക്കിത് കിട്ടാതെ വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അബ്യൂസ് ഓഫ് പവർ ആണ്. മജിസ്ട്രേറ്റ് ചെയ്തു കൊടുത്താണ് മജിസ്ട്രേറ്റ് ചെയ്തത്. മജിസ്ട്രേറ്റ് മുമ്പിൽ കംപ്ലൈന്റ് ഇല്ല, കാരണം ലീഗലി വാലിഡ് കംപ്ലൈന്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് മജിസ്ട്രേറ്റിലല്ലോ അത് പ്രൊസീഡ് ചെയ്ത്? മജിസ്ട്രേറ്റ് ചോദിക്കണ്ടേ പോലീസിന്റെ അടുത്ത് ഇതുണ്ടോന്നുള്ളത്? അതുപോലെ അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കറപ്ഷൻ ആണെങ്കിൽ, പിന്നെ ബയാസ്, പാർഷ്യാലിറ്റി കാണിക്കുന്നത്, അബ്യൂസ് ഓഫ് പവർ, മിസ്യൂസിങ് ജുഡീഷ്യൽ അതോറിറ്റി, ഇംപ്രോപ്പർലി ഗ്രാൻഡിങ് ഓർ ഡിനൈയിങ് ബെയിൽ. ഇംപ്രോപ്പർലി ഗ്രാൻഡിങ് ഓർ ഡിനൈയിങ് ബെയിൽ. ഇംപ്രോപ്പർലി, ഇവിടെ ഇംപ്രോപ്പർലി അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ കാരണം ഇതിപ്പം ഹൈക്കോടതി പോയിട്ട് നേരത്തെ പുള്ളിക്ക് ആന്റിസിപ്പേറ്ററി ബില്ല് താഴത്തെ കോടതി കിട്ടില്ല, ഹൈക്കോടതി കിട്ടി, അല്ലെങ്കിൽ അതിന്റെ മേലത്തെ കോടതി കിട്ടി. അപ്പൊ താഴത്തെ കോടതി ചെയ്തത് തെറ്റാണെന്നല്ലേ? വളരെ ലളിതമായ അർത്ഥം. ആ തെറ്റ് ചെയ്തത് ഒരു അബദ്ധവശാൽ ഒരു ടൈപ്പോഗ്രഫിക്കൽ എറർ ആണോ? ആണെങ്കിൽ ശരി. അപ്പൊ അതിനകത്ത് ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ആ ജഡ്ജ്മെന്റിന് കാതലായ മാറ്റം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് തെറ്റാണ്. ഇറ്റ് ഈസ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ്. പക്ഷേ ഈ കറക്ഷൻ വരുത്തിയാലും കാതലായ മാറ്റം വിജ്ഞാനത്തിൽ വന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ഒരാളൊരു ജഡ്ജ്മെന്റ് എഴുതി, ആ ജഡ്ജ്മെന്റിനകത്ത് ഇന്ന തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ തിരുത്തി അയാൾ ജഡ്ജ്മെന്റ് എഴുതുകയാണ്. ജഡ്ജ്മെന്റ് മാറിപ്പോകുമെങ്കിൽ അയാൾ ആദ്യം ചെയ്ത മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണ്. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഇഷ്യൂല് ഈ 3 ദിവസത്തിനകം കംപ്ലൈന്റ് ഒപ്പിട്ട സാധനം ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ ഒക്കില്ല എന്ന് മജിസ്ട്രേറ്റ്, ആ നിയമം മജിസ്ട്രേറ്റ് അപ്ലൈ ചെയ്തെങ്കിൽ മജിസ്ട്രേറ്റ് ഉത്തരവ് വേറെ ആകത്തില്ല, കാരണം മജിസ്ട്രേറ്റ് മുമ്പ് പരാതിയില്ല. പക്ഷെ മജിസ്ട്രേറ്റ് അവിടെ എന്താ ചെയ്തത്? അങ്ങനെ 3 ദിവസം ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസത്തിനകം. പക്ഷെ ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എന്തൊരു വാദമാണിത്? അപ്പൊ അതുണ്ട്. അപ്പം അങ്ങനെ പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുത്തിട്ട് അവരാണെങ്കിൽ ഇനിഷ്യേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ-ഹൗസ് ഇൻക്വയറി പ്രോസസ്. ബാക്കി നമ്മളൊക്കെ ആരെങ്കിലും കുറ്റം ചെയ്യുകയാണെങ്കിൽ തുറന്ന കോടതിയാണ് നമ്മളെയൊക്കെ വിചാരണ നടത്തും. ജഡ്ജി മജിസ്ട്രേറ്റോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ-ഹൗസ് ഇൻക്വയറി പ്രോസസ് ആണ്, വേറെ ആരും കാണില്ല. അവർ മാത്രം അതിന്റെ ഓഫീസേഴ്സ്, രജിസ്ട്രാറോ മറ്റവർ ചൂസ് ചെയ്ത കമ്മിറ്റിയോ ഒക്കെയാണ് നിൽക്കുന്നത്. പിന്നെ അത് പബ്ലിഷ് ചെയ്യണമെന്നില്ല, അതിന്റെ വിവരങ്ങളൊക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യണമെന്നില്ല. നമ്മളൊക്കെ ഉള്ള ജഡ്ജ്മെന്റ് എവറി പീസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, വിച്ച് ക്യാൻ ബി ഡിസ്കസ്. ഇത് അങ്ങനെയൊന്നും വേണ്ട, നടപടി മാത്രം പറഞ്ഞാൽ മതി. ഇനി മിസ്കോണ്ടക്ട് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഹൈക്കോടതിന് പല നടപടികൾ എടുക്കാം. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്രിമാൻഡ്, അയാൾക്കെതിരെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, ഇനി അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, കമ്പൽസറി റിട്ടയർമെന്റ്, റിമൂവൽ ഫ്രം, ഇതൊക്കെ എടുക്കാം. ഇനി ഇൻ കേസ് ഓഫ് ഇന്റൻഷണൽ ഫാൾസ് കംപ്ലൈന്റ് ചെയ്ത് തെറ്റായിട്ടാണെങ്കിൽ ഹൈക്കോടതി ഇനിഷ്യേറ്റ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ്സ് അഗൈൻസ്റ്റ് ദ കംപ്ലൈനന്റ്. പരാതി ഫാൾസ് കംപ്ലൈന്റ് ആണെങ്കിൽ പരാതി കൊടുത്തവർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ കേസ് കൊടുക്കുന്നത്, കേസ് അവസാനം വാദത്തിനെതിരെ അവസാനം കേസ് കള്ളക്കേസായിരുന്നു, പരാതി കള്ളക്കേസായിരുന്നു പറഞ്ഞാൽ പരാതി കൊടുത്ത ആൾക്കെതിരെ നമ്മുടെ ഇവിടെ നടപടിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് എന്തിനാണ് ഇത്ര കൊടുത്തിരിക്കുന്നത്? ഞാനത് വേണ്ടാന്നല്ല പറഞ്ഞു. അത്രയും അങ്ങനെ ഓരോരുത്തർ കേസ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് അവരുടെ ഫംഗ്ഷൻസ് നടപ്പിലാക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ദേ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദി ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്. ദേ ആർ പ്രൊട്ടക്റ്റഡ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് സാധാരണ ആളുകളെക്കാൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ എത്രയോ ഇരട്ടി സമൂഹത്തോട് ബാധ്യതയുണ്ട്, തൊഴിലിനോട് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. തെറ്റ് വരുത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം. തെറ്റ് വന്നാൽ സ്വയം കണ്ടെത്തി തിരുത്താൻ കഴിയണം. ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പം ഒരു ജഡ്ജ്മെന്റ് സ്വയം തിരുത്താൻ ഒക്കില്ല, അത് ദാറ്റ്സ് അനദർ തിങ്. ഒരു ജഡ്ജ്മെന്റ് അയാൾ എഴുതിയാൽ പിന്നെ അയാൾക്ക് തിരുത്താൻ നോക്കില്ല. എന്നാലും അയാൾ പറയണം എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്നെങ്കിലും മിനിമം പറയണം. അടുത്ത ജഡ്ജ്മെന്റ് അതെങ്ങനെയാണ് നമ്മൾ തെറ്റ് തിരുത്തണേ? എനിക്ക് ചെയ്ത കാര്യം എനിക്ക് തിരുത്താൻ ഒക്കില്ല. അപ്പൊ അടുത്ത ജഡ്ജ്മെന്റ് വരുമ്പോൾ ഞാൻ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം. ഇനി എന്റെ ഭാഗത്ത് തെറ്റ് വരത്തില്ല എന്നുള്ള ഉറപ്പ് ഞാൻ വരുത്തണം, അല്ലെ? അങ്ങനെയൊക്കെയാണ് തെറ്റ് തിരുത്തണത്.
അല്ലാതെ കറക്ഷനിൽ കൂടെ അല്ല. അതെ, തീർച്ചയായും. ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആണ്. ഇൻഹൗസ് പ്രൊസീജിയർ, ജനറലി നോട്ട് ഷെയർഡ് വിത്ത് പബ്ലിക് ഓർ കംപ്ലൈനന്റ്. പരാതിക്കാരനോട് പോലും ഇതിന്റെ വിശദ വിവരങ്ങൾ, ഈ ചർച്ച ചെയ്യുന്ന വിശദങ്ങൾ അറിയിക്കുന്നില്ല. അതെ. അത് അവർ പറയുന്നത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1985 അനുസരിച്ച് ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പൊ നമ്മൾ ഈ പരാതി രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു നടപടിക്രമം ഉണ്ടെന്നും ആ നടപടിക്രമം അനുസരിച്ച് ഒരു വന്നൊരു തീരുമാനത്തിൽ സുപ്രീം കോടതി ഉത്തരവ് ജനുവരി 5, 2026 നടന്നത് വളരെ രസമാണ് കേട്ടോ. അത് മധ്യപ്രദേശ് നിർഭയ സിംഗ് സുലീവ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്നുള്ളതാണ്. അത് അതിനകത്ത് പറയണത്, അതിന്റെ ഫാക്ട്സ് എന്നത്, ജയ്പാൽ മെഹ്ത എന്ന് പറഞ്ഞ മധ്യപ്രദേശ് ലോക്കൽ റെസിഡന്റ് ഒരു പരാതി കൊടുക്കുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് മധ്യപ്രദേശ് ഹൈക്കോടതി. പറയുന്നത് എന്താണ്, നിർഭയ സിംഗ് സുരിയ എന്ന് പറഞ്ഞത് ബെയിൽ എക്സൈസ് കേസുകളിൽ കള്ളത്തരം കാണിച്ചവർക്കെതിരായി അവർക്ക് വേണ്ടി ബെയിൽ കൊടുക്കുന്നു. അവരെ വാസ്തവത്തിൽ ഇതിനു മുമ്പൊക്കെ ഇതുപോലെ പല കേസുകളിൽ ഈ പുള്ളി തന്നെ ബാധിച്ച് ജഡ്ജ്മെന്റ് എടുത്ത പല കേസുകളിൽ ഇതേ കുറ്റം ചെയ്തവരെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് ബെയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു 4-5 കേസിൽ പുള്ളി ഇങ്ങനെ തുടരെയായിട്ട് ഇതേ കുറ്റങ്ങൾ ചെയ്തവർക്ക് ബെയിൽ കൊടുക്കുന്നു. അപ്പൊ അവിടുത്തെ ഒരു അനിൽ ജോഷി എന്ന് പറഞ്ഞ ഒരു ഈ എന്താണ് മജിസ്ട്രേറ്റിന്റെ ജഡ്ജിന്റെ ഓഫീസുമായി കണക്ട് ആയിട്ടുള്ളത്, പുള്ളിയാണ് ഇതിന്റെ ഒരു ഇടനിലക്കാരൻ. അത് ബ്രൈബ് മേടിച്ചിട്ടാണ് ഇങ്ങനെ അവർക്ക് ബെയിൽ കൊടുക്കുന്നത് പുള്ളി പറഞ്ഞു, ഞാൻ കേട്ട് അറിഞ്ഞു എന്ന് ഒരാളെ കാര്യക്കുന്നു. അപ്പം മജിസ്ട്രേറ്റ് ഇതിനു മുമ്പ് കൊടുത്തതല്ല, ജഡ്ജിയാണ് അയാൾ ഇതിനു മുമ്പ് കൊടുത്തതല്ല, ബെയിൽ ഡിനൈ ചെയ്തു. ഇവിടെ അയാൾ ബെയിൽ കൊടുക്കുന്നു. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ എൻക്വയറി സമയത്ത് വളരെ തമാശ വെച്ചാൽ രജിസ്റ്റർ എൻക്വയറി സമയത്ത് ഈ ജയ്പാൽ മേത്ത എന്ന് പറഞ്ഞ ഈ പരാതിക്കാരനെ എക്സാമിൻ ചെയ്യുന്നില്ല. പകരം അതിന് പകരം ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിറ്റ്നസിനെ എടുക്കുന്നു, ഇയാളുടെ ഒരു ക്ലാർക്കിനെ എടുക്കുന്നു. അയാൾ പറഞ്ഞു ഇദ്ദേഹം ഒരു കള്ളത്തരവും കാണിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തൊരു മനുഷ്യനാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ അയാൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഈ എങ്ങനെയൊക്കെ ആണെങ്കിലും ഹൈക്കോടതി പുള്ളിക്കെതിരെ നടപടിയെടുത്തു. കാരണം പുള്ളി മധ്യപ്രദേശ് എക്സൈസ് ആക്ട് സെക്ഷൻ 59A വയലേഷൻ വിത്ത് ഒബ്ലിക് മോട്ടീവ്സ് ആണ് അയാൾ ചെയ്തത്. വയലേറ്റ് സെക്ഷൻ 59A വിത്ത് ഒബ്ലിക് മോട്ടീവ്സ്. അതുകൊണ്ട് അയാളെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തു സെപ്റ്റംബർ 2, 2014. അത് പിന്നീട് ഹൈക്കോടതി അപ്ഹോൾഡ് ചെയ്യുന്നു. പിന്നീട് അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ് 2026 ജനുവരി 5 വരുന്നത്. സുപ്രീം കോടതി പറഞ്ഞെന്ന് അറിയാമോ, ദ കോർട്ട് ഹൈലൈറ്റഡ് ദാറ്റ് ജഡ്ജസ് ഷുഡ് നോട്ട് ഫേസ് ഡിസിപ്ലിനറി ആക്ഷൻ merely because their bail orders are seen irregular. എങ്ങനെയുണ്ട്? Court highlighted that judges should not face disciplinary action merely because their bail orders are seen irregular. അവരുടെ ബെയിൽ ഓർഡർ ഇറഗുലർ ആണെങ്കിലും അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വരാൻ പാടില്ല. സുപ്രീം കോടതിയാണ്. എന്നിട്ട് സുപ്രീം കോടതി പറയാണ്, ജഡ്ജ് ഹാസ് എ ട്രാക്ക് റെക്കോർഡ് ഓഫ് അൺബ്ലെമിഷ്ഡ് കരിയർ ഫോർ നിയർലി 27 years. അതുകൊണ്ട് ഞാൻ ഇന്നലെ വരെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഇന്ന് ഞാനൊരു ക്രൈം ചെയ്യുകയാണെങ്കിൽ ഇന്നലെ വരെ ഞാൻ നല്ലവനായതുകൊണ്ട് ഇന്ന് ഞാൻ കുറ്റം ചെയ്യില്ല എന്നുള്ള പ്രിസംഷനിലാണോ നമ്മുടെ എല്ലാ കോടതികളും? അതോ ഓർ വെദർ ദേ വുഡ് സീ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള കേസിൽ എന്ത് നടന്നു എന്നുള്ളതല്ലേ നോക്കണ്ടേ? അത് നമ്മൾ ഞാൻ പറയാം, ISR കേസിന്റെ വരുമ്പോൾ ഇവരൊക്കെ സംവിധാനം അവർക്കൊക്കെ ഒരുപാട് പെൺവിഷയമുണ്ട്, മറ്റേ മറിച്ചുണ്ട്, പല പല കാര്യങ്ങൾ പറയും. ആയിക്കോട്ടെ. ഞങ്ങൾ പണ്ട് ഇവിടെ മൈത്രേന് ഞാനിവിടെ അരുൺകുമാർ സിംഗ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴത്തേക്കും സെക്സ്വൽ കേസിന്റെ ഇഷ്യൂ അങ്ങനെ കണക്ട് ആയിട്ട് പോയിരുന്നു. അപ്പൊ അവർ റേപ്പ് ചെയ്യോ എന്തോ ചെയ്തു അതിനാണ്. അപ്പൊ പുള്ളിയുടെ വെച്ചാൽ സെക്സ് വർക്കർ റേപ്പ് ചെയ്തു. അതിലിങ്ങനെ ഞങ്ങളൊക്കെ ചിരിക്കണം, മനസ്സിലായോ? അതായത് അവരെ റേപ്പ് ചെയ്ത കേസില്ല എന്ന പുള്ളിയുടെ ധാരണ. അപ്പൊ ഞാനിതെന്റെ സെക്സ് വർക്കറിനെ റേപ്പ് ചെയ്യാനായിട്ട് എവിടെ നിയമം ഉണ്ടെന്ന് ചോദിച്ചു. റേപ്പ് ഈസ് എ റേപ്പ്. ആരോട് കമ്മിറ്റ് ചെയ്താൽ റേപ്പാണ്. അപ്പൊ അതായത് ഇവർക്കുള്ള ഇതിനെക്കുറിച്ചുള്ള അവകാശം ഇല്ല എന്നുള്ള മട്ടിൽ സംസാരിക്കണേ. അതായത് അവരുടെ ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ അവർ സെക്സ് വർക്കറാണ്, അപ്പൊ അവരെ റേപ്പ് ചെയ്യാം. അതേസമയം പുണ്യ പവിത്രനായ ഒരു മനുഷ്യൻ, ദൈവതുല്യനായ മനുഷ്യർ, അവര് കുറ്റം ചെയ്യുകയാണെങ്കിൽ അവർ ഇന്ന് വരെ ഒരു കളങ്കവും ചെയ്യാത്ത പുണ്യ മനുഷ്യനാണ്, അൺബ്ലമിഷ്ഡ് ക്യാരക്ടർ. അപ്പൊ അയാളുടെ പേരിൽ ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നു, ഈ ജഡ്ജ്മെന്റിൽ പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലും ജഡ്ജിനെ കുറിച്ച് കോടതി കാണുന്ന ഒരു അപ്രോച്ച്, സാധാരണ മനുഷ്യനെ കുറിച്ച് വേറൊരു അപ്രോച്ച്. എന്നിട്ട് കോടതി പറയാണ്, എ ഫിയർലെസ് ജഡ്ജ് ഈസ് ദ ബെഡ് റോക്ക് ഓഫ് എൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. A fearless judge is the bedrock of an independent judiciary. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണോ? ആണെങ്കിൽ DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 370 എടുത്ത ജഡ്ജ്മെന്റിനെ കുറിച്ച് ഫലീൻ അരിമാൻ എന്ന ജുഡീഷ്യൽ ലിമിനറി എ ജഡ്ജ്മെന്റ് എറോണിയസ് ഓൺ മൾട്ടിപ്പിൾ കൗണ്ട്സ് ആൻഡ് ബാഡ് ഇൻ ലാ എന്ന് പറയില്ലായിരുന്നു. അങ്ങനെ അയാൾ ആ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വളരെ മോശം ഒരു ജഡ്ജ്മെന്റ് എടുത്തിട്ട് നടത്തിയിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾ വളരെ ഭംഗിയായിട്ട് റിട്ടയർ ചെയ്തു പോയി, ഒന്നും സംഭവിച്ചില്ല. വേറെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു സർക്കാർ, ഒരു ബ്യൂറോക്രാറ്റ് ആണ് ഇതുപോലൊക്കെ ചെയ്താൽ എന്തുവരും ഇങ്ങനെ അയാൾ വെറുതെ അങ്ങ് പോകും? ഒരിക്കലുമില്ല. അപ്പൊ ബെഡ്റോക്ക് ഓഫ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു ഫിയർലെസ് ജഡ്ജ് ആണെങ്കിൽ ആ ജഡ്ജ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള തെറ്റുകളും വരാത്ത രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ട് വേണം
അയാൾ ആ കാര്യങ്ങൾ ചെയ്യാൻ. കോടതി എന്താണ് കോർട്ട് ക്ലോസ് എക്സാമിൻ ദ ഫ്ലോസ് ഇൻ എന്ന് പറയാണ് കോടതി. കംപ്ലൈന്റിനെ എക്സാമിൻ ചെയ്തിട്ടില്ല. അപ്പൊ കംപ്ലൈന്റിനെ എക്സാമിൻ ചെയ്യാതെ ഒരു ലൂപ്പ് ഹോൾ ഇട്ട് ഹൈക്കോടതി രജിസ്ട്രാറെ കേസ് വിട്ടിരിക്കുന്നത്. നമ്മൾ പരാതി കൊടുക്കുന്നവരുടെ മൊഴി എടുക്കാതെ ഒരു അന്വേഷണമായിട്ട് ഇവരെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി? സുപ്രീം കോടതി ഇത് തള്ളാൻ പറയുന്ന ഒരു കാര്യം, പരാതിക്കാരന്റെ മൊഴി എടുത്തിട്ടില്ല, എക്സാമിൻ ചെയ്തിട്ടില്ല അയാളെ. പരാതിക്കാരനെ എക്സാമിൻ ചെയ്യാതെ ഹൈക്കോടതിയുടെ രജിസ്ട്രിയുടെ നടന്ന ഈ അന്വേഷണത്തിൽ എന്ത് അന്വേഷണം അവർ നടത്തിയത്? നമ്മൾ അടിസ്ഥാനമല്ലേ പരാതിക്കാരന്റെ മൊഴി എടുക്കുന്നത്? അപ്പൊ ഇതൊക്കെ പിന്നീട് രക്ഷപ്പെടാനുള്ള വഴിമരുന്നുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. പരാതി കൊടുക്കുന്ന സമൂഹത്തിന് മുഴുവൻ നമ്മൾ എല്ലാം പ്രോപ്പറാണ് കാണിക്കുന്നു, പക്ഷെ അകത്തൂടെ രക്ഷപ്പെടാനുള്ള വഴിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി പരാതിക്കാരൻ കൊടുത്ത മൊഴി എടുത്തിട്ടില്ല, ഇദ്ദേഹത്തിന് അൺബ്ലമിഷ്ഡ് ക്യാരക്ടറാണ്, ആൻഡ് ഇൻഡിപെൻഡന്റ് ഫിയർലെസ് ജഡ്ജ് ഷുഡ് ബി ദ ബെഡ് റോക്ക് ഓഫ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ്, മാത്രമല്ല അനാവശ്യമായിട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ കോടതികൾ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇടയ്ക്കാണെങ്കിൽ രാജ്യം അറബിക്കടലിൽ പോകും. അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് പറയും, ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് പ്രൊപ്പോസിഷൻ ടു ഹോൾഡ് ദാറ്റ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഓർഡേഴ്സ് വിച്ച് ഡു നോട്ട് റെഫർ എക്സ്പ്രസ് provisions are per se dishonest judgment. ഒന്നുകൂടെ, it will be a dangerous proposition to hold that judgments and orders which do not refer expressly to statutory provisions are per se dishonest judgment. അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അതിനെതിരായിട്ട് വരുന്ന ജഡ്ജ്മെന്റുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡിസോണസ്റ്റ് ജഡ്ജ്മെന്റ് എന്നുള്ള കൺക്ലൂഷനിൽ എത്തുന്നത് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലായോ? എന്നിട്ട് അയാൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റും കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് അയാളെ ഓണറോടുകൂടി അയാൾ തിരിച്ചു പോകുന്നു. അപ്പൊ അതാണ്. പക്ഷെ അപ്പം നമ്മൾ നോക്കുമ്പോൾ, ഞാനത് നോക്കുമ്പോൾ ഈ ഓഫീസേഴ്സിന്, ജുഡീഷ്യൽ ഓഫീസറിന്റെ തെറ്റുകൾ എന്താണ്, എവിടെയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഒരു വകുപ്പ് കണ്ടെത്തുന്നത്. IPC 219 അത് BNS ഉണ്ട്, BNS 257. പ്രൊവിഷൻ ഈസ് അവൈലബിൾ അഗൈൻസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ ടു ഇൻവോക്ക് സെക്ഷൻ 219. എന്തെന്ന് വെച്ചാൽ അത് പറയുന്നത് സിമ്പിൾ. സെക്ഷൻ 219 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് സ്റ്റേറ്റ്സ് ദാറ്റ് if a public servant knowingly gives a false report, order, verdict, or decision in any stage of judicial proceedings, he can be punished with an imprisonment up to 7 years or fined or both. Knowingly gives a false report or in any stage of a judicial proceedings, അയാളെ അല്ലെങ്കിൽ ആ സ്ത്രീയെ 7 കൊല്ലം വരെ ശിക്ഷിക്കാം, or fined or both. അതിനകത്തുള്ള പുതിയ BNS വരുമ്പോൾ അത് അതിന്റെ 257 ആണ് BNS. ശിക്ഷ എന്ന് പറഞ്ഞത് IPC 220, BNS 258 ശിക്ഷ. അതാണ് 7 വർഷം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബെയിലബിൾ ഓഫൻസ്, നോൺ കോഗ്നൈസബിൾ. അതായത് വാറണ്ട് ഒന്നും കൊടുക്കണ്ട, വാറണ്ട് വേണ്ട, അല്ലാതെ തന്നെ വാറണ്ട് വേണം, നോൺ കോഗ്നൈസബിൾ, നോൺ കോമ്പൗണ്ടബിൾ. പിന്നെ ക്യാൻ ബി ട്രൈഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. അതായത് ഇതിന്റെ വിചാരണ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കണം എന്ന് വെച്ചാൽ എന്താണ്, സാധാരണ മനുഷ്യർക്കൊക്കെ ഇത് അറിയാൻ നോക്കണം അല്ലേ? അത് ട്രാൻസ്പാരൻസി കൊണ്ടുവരും. പക്ഷെ ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പി നോക്കി, ഇതിനകത്തൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ കേസ് പോലും ഈ വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഒറ്റ. There is no specific mention of any judicial officers in Kerala who have been punished or convicted under section 220 of Indian Penal Code. നാഷണൽ ലെവലിൽ ഞാൻ നോക്കിയിട്ടും കിട്ടിയില്ല. കേരളത്തിന്റെ സ്പെസിഫിക്, അതായത് ഈ 219 എന്ന് പറയുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിനെതിരെ കേസ് എടുക്കാവുന്ന വകുപ്പ് കേരളത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല 220. അതായത് കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് എല്ലാം ഒരു തെറ്റും ചെയ്യാത്ത, അവര് ജുഡീഷ്യൽ സ്റ്റേജിനകത്ത് ഒരു അവരുടെ അറിവോടുകൂടി ഒരു തെറ്റായ ഒരു ജുഡീഷ്യൽ മിസ്ഇന്റർപ്രിട്ടേഷൻ നടത്താത്ത പെർഫെക്റ്റ് ജഡ്ജസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു കേസ് ഇവിടെ വന്നിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. പറഞ്ഞു വരുമ്പോൾ എത്ര വലിയ സ്റ്റുപ്പിഡിറ്റിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇപ്പം ഇതിനകത്ത് മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കുട്ടത്തിന് ഡിനൈ ചെയ്തു. അപ്പൊ പുള്ളി എന്താ ചെയ്യുന്നത്, ജനുവരി 8, 2026 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. ഇതുപോലെ ഉള്ള കേസുകളിൽ മാരിറ്റൽ പ്രോമിസ് കൊടുത്തിട്ട് റേപ്പ് ചെയ്യുന്ന കേസുകളിൽ അയാളെ 25,000 രൂപ ജാമ്യത്തിനും തുല്യ തുകയായ 2 ലക്ഷത്തിൽ വിടണമെന്ന് ജനുവരി 8, 2026 ആ ബോംബെ ഒരു അഡ്വക്കേറ്റ് ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് അതിൽ വിധി വരുമ്പോ ആ വിധിക്കെതിരെ ഒരു ജഡ്ജ്, ആ വിധി ഇരിക്കെ സുപ്രീം കോടതി വിധി, ആ വിധിക്കെതിരെ ഒരു ജഡ്ജ്മെന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിൽ എഴുതുന്ന ഒരു ജഡ്ജ്, ആ ജഡ്ജ് വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് ഒരു ഫാൾസ് റിപ്പോർട്ട് അല്ലേ, ഒരു ഫാൾസ് വെർഡിക്റ്റ് അല്ലേ ജുഡീഷ്യൽ പ്രൊസീജിയർ. അപ്പൊ അവരെ വാസ്തവത്തിൽ രാഹുൽ മാങ്കുട്ടം ഈ സെക്ഷൻ IPC 219 എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇതിനകത്ത് BNS പറയുമ്പോഴത്തേന് സെക്ഷൻ 257 അതിനനുസരിച്ച് കേസ് കൊടുക്കേണ്ട. അത് ഒന്നും ആകത്തില്ല. പക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അതിന്റെ വാദം നടക്കുന്നത്. അപ്പൊ ജനങ്ങൾ കേൾക്കും എന്തായി നടക്കണേന്ന്, എന്തായി നടക്കണേന്ന് കേട്ടു.
പിന്നെ ഒരു അഡ്വക്കേറ്റ്സും ഈ സെക്ഷൻ യൂസ്, കാരണം അഡ്വക്കേറ്റിന് ഈ ജഡ്ജിമാർക്കെതിരെ ഒരു പരാതിയും കൊടുക്കില്ല, ബാർ അസോസിയേഷൻ കൊടുക്കില്ല, ആരും കൊടുക്കില്ല. കാരണം ഈ ഒരു വക്കീലിന്റെ കേസ് ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ വരും. മജിസ്ട്രേറ്റിന് ഇവരെല്ലാവരും ഇങ്ങനെ എന്താണ് മൈലോഡ് ഞാൻ അതിന്റെ ഒരു ഇൻസ്റ്റൻസ് കൂടെ പറഞ്ഞോട്ടെ. ISRO കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഒരു ക്വാഷ് ചെയ്തില്ല. പക്ഷെ അവർ പറഞ്ഞു ഈ അന്വേഷണ റിപ്പോർട്ടുമായിട്ട് ഇന്ത്യയിലെ ഒരു കോടതിയിൽ നിങ്ങൾക്ക് വരാനൊക്കില്ല, കാരണം ഇറ്റ് ഇസ് ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 13 ഓഫ് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. നിങ്ങൾ വേറെ പണിയില്ലെങ്കിൽ അന്വേഷിക്കും, കോടതി കൊണ്ടുവരേണ്ടതാണ്. എന്നിട്ടും ഈ സെൻകുമാർ, അന്ന് സെൻകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ, പുള്ളി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി, ഞാൻ സുദർശൻ എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റ് ആയിരുന്നു, CJN കോടതിയിൽ വരുന്നു. അപ്പോൾ പുള്ളി ഇത് കേസ് എടുക്കുമ്പോൾ അന്ന് സതീശൻ എന്ന് പറഞ്ഞ CBI വക്കീലാണ്. സതീശൻ പറഞ്ഞത് ഇതെങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്, എന്താ എനിക്ക് കേസ് എടുക്കാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ പറയണേ, ഓർഡർ ഇടാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ പുള്ളി പറഞ്ഞല്ല, മിലോഡ് യു ക്യാൻ ഡു എനിത്തിങ്. ആ മിലോഡിന് എല്ലാം ചെയ്യാനുള്ളതല്ല, മിലോഡിന് പറഞ്ഞിട്ടുള്ള മാത്രമേ ചെയ്യുള്ളൂ. തിരുവനന്തപുരം കോടതിയിൽ തന്നെ ഒരു വക്കീൽ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്, സോറി മിലോഡ്, ദിസ് ഈസ് നോട്ട് യുവർ ഫാദർ ഇൻ ലാസ് പ്രോപ്പർട്ടി, ദിസ് ഈസ് ദ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു വക്കീൽ പറഞ്ഞിട്ടുണ്ട്. വക്കീല് അഭ്യാസം കാണിച്ച വക്കീലിന്റെ അപ്പുറത്തെ ജഡ്ജ് അഭ്യാസം കാണിച്ച അപ്പുറത്തെ വക്കീലാണ്. ജഡ്ജും കുറച്ച് പേരുള്ള അതുപോലെ ക്വാളിറ്റി ഉള്ള വക്കീലാണ്. ജഡ്ജസ് ഭയങ്കര ടാക്സ് പേയേഴ്സ് ശമ്പളം കൊടുക്കുക, എന്ത് വലിയ പെയ്ഡാണ് അവർക്ക്, എന്തെല്ലാം സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു സാധാരണ ഒരു എംപ്ലോയി പുവർ പെർഫോമിംഗ് ആണെങ്കിൽ he will get fired. പിന്നെ ആൻഡ് ദ മോർ ഇമ്പോർട്ടന്റ് ദ ജോബ് ദ ലെസ് ടോളറൻസ് ഈസ് ദെയർ ഫോർ മിസ്റ്റേക്ക്. അല്ലെ, ഹയർ അപ്സിൽ പോകുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് മാർജിൻ ഓഫ് എറർ കുറവാണ്, ഇവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് there is no mechanism to keep judges genuinely striving to do their job to the highest possible standard? എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഒരുപക്ഷെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സിസ്റ്റം. നമുക്ക് വിധി കേൾക്കുന്നവനും വിധി അനുഭവിക്കുന്നവനും നമ്മളെ കോടതി വെറുതെ വിടുകയാണെങ്കിൽ സന്തോഷിക്കും. എന്തുകൊണ്ട് വിട്ടു നമുക്ക് അറിഞ്ഞൂടാ, എന്തുകൊണ്ട് ശിക്ഷിച്ചു നമുക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ അല്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഏതായാലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ആ വനിതാ വക്കീലിനോട്. അവർക്ക് ഈവൻ ദോ ഷീ ഈസ് ഇഗ്നറന്റ്, ഷീ ഈസ് ഇന്നസെന്റ് ഓഫ് മെനി തിങ്സ്, ഷീ ഡസന്റ് നോ ദ ബേസിക്സ് ഓഫ് ലോ, എങ്കിലും ഞാൻ അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ആ കമന്റ് കാരണമാണ് ഞാനിത് ഒന്ന് നോക്കിയത്. രണ്ട്, ഇത് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാന്ന് കമന്റ് ഇട്ട വ്യക്തി, ഇറ്റ് ഇസ് ഐ ഓപ്പണിംഗ്. അങ്ങനെ വലിയ നടക്കില്ലെങ്കിൽ അങ്ങനത്തെ സാധനമുണ്ടോ നമ്മൾ അറിയുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും നല്ല നമസ്കാരമുണ്ട്.